ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നാളെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 7 മണീൻ്റെ ഇൻ്റർസിറ്റിക്കായിരുന്നു നമ്മുടെ യാത്ര കേട്ടോ. അപ്പം നല്ല മഞ്ഞാണ് പുറത്ത്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും നമ്മുടെ സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങനെ ഉച്ച 12 മണിയാകുമ്പോഴത്തേനും നമ്മുടെ വീടെത്തി കഴിഞ്ഞു കേട്ടോ. ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ കണ്ണൂർ. എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പേരും കൂടി റെഡിയാകുന്നതിന് മുമ്പ് റെഡിയായി കഴിഞ്ഞവരെല്ലാവരും കൂടി നിന്ന് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലേറ്റവും മുതിർന്ന കുട്ടികളാണ് ഇവരൊക്കെ. അങ്ങനെ കല്യാണം വീടെത്തി കഴിഞ്ഞു. നമ്മുടെ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതൊക്കെ തന്നെയാണ് കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുത്തപ്പനെ ഇല്ലാണ്ട് കണ്ണൂരായിരിക്കും ഒരു ആഘോഷമേ ഇല്ല കേട്ടോ. അങ്ങനെ കല്യാണ തലേന്ന് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോണത് നമ്മുടെ മെയിൻ പരിപാടിയിലേക്കാണ്. അങ്ങനെ നമ്മുടെ അമ്പാടീനെ കണ്ടില്ലേ? ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരൊരു ചിരിയുണ്ട്. അത് നമ്മളെ തളർത്തിക്കളയെന്ന് പറയുന്നത് പോലെ അമ്പാടീൻ്റെ ഒരു ചിരിയുണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ. പാലക്കാട്ടിൽ കിട്ടുന്നത് റാവുത്തർ ബിരിയാണി ആണെങ്കിൽ നമ്മുടെ മലബാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു മലബാർ ബിരിയാണി കഴിക്കാണ്ട് പോവുക അല്ലേ? അങ്ങനെ ഇപ്പം നമ്മുടെ മലബാർ ബിരിയാണി ദം ബിരിയാണി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ആ ദം പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, അതൊന്നും പറയാനില്ല. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ മലബാറിൽ വന്നിട്ട് തന്നെ കഴിക്കണം. അങ്ങനെ ഇപ്പം നമ്മുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേച്ചിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്പാടിയുടെ ഒരു ചിരിയോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.